എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇത് നല്ല ക്രിസ്പിയാണ്, കുഴഞ്ഞൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് എത്ര സമയം കഴിഞ്ഞാലും കുഴഞ്ഞൊന്നും പോകില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് വീട്ടിൽ തന്നെ നമ്മളിത് തയ്യാറാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള നീളത്തിൽ വലിയ ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആദ്യം തന്നെ ഇതിൻ്റെ തൊലി നമുക്ക് ഒന്ന് പീൽ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നല്ല സ്റ്റാർച്ചുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക. ചില ഉരുളക്കിഴങ്ങ് നല്ല മഞ്ഞ കളറിലായിരിക്കും ഇരിക്കുക. ആ ഉരുളക്കിഴങ്ങ് ഈ ഒരു ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് കൊള്ളില്ല. അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഒട്ടുന്ന രീതിയിലുള്ള ഒരു ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കളറിലുള്ള നീളത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിൻ്റെ തൊലി നന്നായിട്ട് കളയുക. അപ്പോൾ ഇതുപോലെ നമ്മൾ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടും തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ ഇനി ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ 2 സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഇതുപോലെ സൈഡിലേക്ക് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ തിക്നെസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുമിച്ച് അടുക്കി വെച്ചിട്ടോ ഓരോന്നായിട്ട് വെച്ചിട്ടോ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഈ തണുത്ത വെള്ളത്തിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. ഒരു 30 മിനിറ്റ് ഇത് മാറ്റി വെക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നവരെ ഇതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അതിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് 2-3 വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് പൈപ്പിൻ്റെ താഴെ വെച്ചിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളം കുറച്ച് കലങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു കലക്കവെള്ളം മാറി നല്ല തെളിഞ്ഞ വെള്ളം വരുന്നവരെ ഇത് കഴുകിയെടുക്കുക. ഓരോ ഉരുളക്കിഴങ്ങിൻ്റെയും സ്റ്റാർച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നിങ്ങളുടെ ആ ഒരു പരുവത്തിൽ കഴുകിയെടുക്കുക. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുക്കും. പുഴുങ്ങിയെടുക്കും എന്ന് പറയുമ്പോൾ ഒരുപാട് സമയത്ത് പുഴുങ്ങരുത്. ഇതുപോലൊരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഈ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇതിൽ കിടന്നിട്ട് കൃത്യം 4 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആ സമയം നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. മൊബൈലിലോ മറ്റെന്തെങ്കിലോ ടൈമറോ സെറ്റ് ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യുക. 4 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു കിച്ചൺ ടവലിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ നമുക്കിത് കോരി മാറ്റാം. 4 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഒരുപാട് കുക്കൊന്നും ആയി പോവില്ല, അതേപോലെ തന്നെ ആവും കാണാനായിട്ട്. ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാം ഇതുപോലെ കോരിയിട്ട് ഒരു കിച്ചൺ ടവലിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടവലിലേക്ക് ഇതുപോലെ നിരത്തിയിട്ടുണ്ട്. ആ ഒരു ടവൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കതിലേക്കുള്ള ബാക്കിയുള്ള വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാം. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം. ഇവിടെ നമ്മൾ ഡബിൾ ഫ്രൈ മെത്തേഡിലാണ് ഈ ഒരു ഫ്രൈസ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കുക, ഹൈ ഫ്ലെയിമിൽ. റിഫൈൻഡ് ഓയിലാണ്. ഇതിലേക്ക് കുറേശ്ശെ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരുപാടിട്ട് ഇതിൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കൃത്യം 1 മിനിറ്റ് മതിയാകും. അതും സമയം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് മാത്രം ഫ്രൈ ചെയ്ത് എടുക്കുക. ഈ ഒരു ഫ്രൈസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് എപ്പോഴും ഹൈ ടെമ്പറേച്ചറിലാണ്. ഏറ്റവും കൂടുതൽ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോഴും ഇതിൽ കളർ വ്യത്യാസമോ ഒന്നുമില്ല, പഴയ പോലെ തന്നെയാണ്. അങ്ങനെയാണ് വേണ്ടത്.
അപ്പോൾ എല്ലാം ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് ഈ ഒരു ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ശരിയായിട്ട് വരില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലതായിട്ട് ഒന്നുകൂടെ ക്രിസ്പ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും. ഒന്നുകൂടെ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാം. അത് സിപ്ലോക്ക് കവറുകളിലാക്കി നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതിപ്പോൾ തന്നെയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നിരത്തിയിട്ട് ഒന്ന് ഫ്രീസ് ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം നമ്മളൊരു 30 മിനിറ്റ് ഇത് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് ഇത് ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈസ് നമ്മൾ എപ്പോഴും റിഫൈൻഡ് ഓയിലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സൗണ്ടും വരും, നമുക്ക് തന്നെ അത് നല്ല ക്രിസ്പി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ നാളേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം സിപ്പ് ലോക്ക് ബാഗുകളിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡബിൾ ഫ്രൈ മെത്തേഡ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ ഫ്രൈ ഒഴിവാക്കിയതിന് ശേഷം ഫ്രീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്